എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെയും മനോഹരമായ ദിവസം സന്ധ്യാസമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാനും നിങ്ങളുമായിട്ട് അല്പം സംസാരിക്കുവാനും എൻ്റെ ചിന്തകൾ എൻ്റെ പ്രിയ പ്രേക്ഷകരുമായിട്ട് ബന്ധപ്പെടുവാനും അവരുമായിട്ട് ചർച്ച ചെയ്യുവാനും സാധിച്ചതിൽ ഞാൻ സർവശക്തനായ ദൈവത്തെ സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുന്നു. കേരളം നാട് ഏറ്റവും കഷ്ടതയിലും ദുഃഖത്തിലും കൂടെ കടന്നു പോകുന്ന ഒരവസ്ഥാവിശേഷം. പട്ടിണിയും പരിപാട്ടവും എല്ലാ ജനങ്ങളിലേക്കും വ്യാപിച്ചു കൊണ്ടേയിരിക്കുന്നു. പണക്കാരനായി മാറുന്നു. ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാനുള്ള കരുത്തുണ്ട്. എന്നാൽ സാധാരണപ്പെട്ടവനും പാവപ്പെട്ടവനുമായ ജനങ്ങൾക്ക് ഇതിനെ പിടിച്ചു നിർത്തുവാനോ തരണം ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ സത്യം. പച്ചക്കറിയുടെ വില ദൈനംദിന ജീവിതത്തിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. പരിപ്പ്, പയറ്, മറ്റു ഉൽപ്പന്നങ്ങളുടെ വില ദൈനംദിന ജീവിതത്തിൽ അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. തുമര കൂടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. എവിടെയും കരിഞ്ചന്തി പൂഴ്ത്തിവയ്പ് നടത്തുന്നു. മനുഷ്യർ സ്വസ്നേഹികളായി ദ്രവ്യാഗ്രഹികളായി സാധനങ്ങൾ ഒളിച്ചു വെച്ച് വില കൂട്ടി വിൽക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. സാധാരണപ്പെട്ടവന് പാവപ്പെട്ടവന് സാധനങ്ങൾ കാണുകയല്ലാതെ വാങ്ങിച്ച് ഉപയോഗിക്കുവാനായിട്ട് അവൻ സാധിക്കാത്ത അവസ്ഥാവിശേഷം. സർക്കാർ അടിയന്തരമായി തീരുമാനങ്ങളെടുത്ത് കർശനമായ നിയമത്തിലൂടെ ഇതിനെ അതിജീവിച്ചില്ല എങ്കിൽ വലിയ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം. ഒരു വശത്ത് ഒരു പറ്റം ആളുകൾ സുഖമാന്മാരായി ജീവിക്കുമ്പോൾ മറുഭാഗത്ത് കഷ്ടതയിലെ പ്രയാസത്ത് അന്നുള്ള ആഹാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന ജനം. അവർക്ക് കുറച്ച് അരി കിട്ടിയതുകൊണ്ട് സാധിക്കുകയില്ല. അവർക്ക് മറ്റു സാധനങ്ങളെല്ലാം ചോദിക്കുന്നതിനപ്പുറമായി അവർ നിனைക്കുന്നതിനപ്പുറമായിട്ടുള്ള വിലയിലേക്ക് കയറുന്നു വന്നിരിക്കുകയാണ്. 1 കിലോ പോത്ത് വേണമെങ്കിൽ ഇന്ന് ഏതാണ്ട് 500 രൂപയുടെ അടുത്ത് വന്നു പോത്തിറച്ചി. അതുപോലെ കാളയിറച്ചി. അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും പാവപ്പെട്ടവന് വാങ്ങിക്കാൻ ഒക്കാത്ത അവസ്ഥാവിശേഷം. പച്ചക്കറികൾ, പല വ്യഞ്ജനങ്ങൾ എല്ലാം അവനെ കാണുകയല്ലാതെ വാങ്ങിക്കുവാനായിട്ട് പറ്റാത്ത ഒരവസ്ഥാവിശേഷം. ഇതിനെക്കുറിച്ച് നമ്മുടെ ഭരണകക്ഷിയും പ്രതിപക്ഷവും യാതൊരു കാര്യവും അനങ്ങുന്നില്ല എന്നുള്ളത്, അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ സത്യമാണ്. പാവപ്പെട്ടവൻ വോട്ട് വാങ്ങിച്ച് ജയിച്ച് അധികാരത്തിൽ എത്തിക്കഴിയുമ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥാവിശേഷം. ഭരണകക്ഷി ചെയ്യുന്ന എല്ലാ മ്ലേച്ഛ പ്രവർത്തനങ്ങൾക്കും പ്രതിപക്ഷം ഓശാന പാടുന്ന അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുക്കുന്ന അവസ്ഥാവിശേഷം. പ്രതിപക്ഷം നടത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും ഭരണപക്ഷവും തിരിച്ച് അതുപോലെ തന്നെ പിന്തുണ നൽകുന്ന അവസ്ഥാവിശേഷം. ഇവിടെ പ്രതിപക്ഷമുണ്ടോ ഭരണകക്ഷി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. മനുഷ്യനായി ജീവിക്കുവാൻ മതങ്ങൾ അവനെ പഠിപ്പിക്കുമ്പോൾ രാഷ്ട്രീയക്കാർ തങ്ങളുടെ മുതൽക്കൂട്ടുകളായിട്ട് തങ്ങളുടെ വീഴ്ച വീർപ്പിക്കുവാനായിട്ട് തങ്ങളുടെ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ പുരോഗത വർഗം അവർ തങ്ങളുടെ കീശകൾ വീർപ്പിക്കുവാനായിട്ട് നെട്ടോട്ടം ഓടുമ്പോൾ ഈ ലോകത്തിൽ പാവപ്പെട്ടവന് കഷ്ടപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് സാധാരണപ്പെട്ടവൻ കഷ്ടപ്പെടുമ്പോൾ അവൻ അന്തിക്ക് ആഹാരമില്ലാതെ വിഷമിക്കുമ്പോൾ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുവാൻ അവൻ വ്യഥപ്പെടുമ്പോൾ ഈ മുതലാളി വർഗങ്ങൾ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെ ഭരണകർത്താക്കൾ അല്ലെ പ്രതിപക്ഷം മത അധ്യക്ഷന്മാർ ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് തെറ്റാണ്. ഇവിടെ വോട്ട് വാങ്ങിച്ച് നിങ്ങൾ ജയിച്ച് അധികാരത്തിലെത്തിക്കഴിയുമ്പോൾ
പാവപ്പെട്ടവനെ മറക്കുന്ന അവസ്ഥാവിശേഷം, അവന് ജീവിക്കാനൊക്കാത്ത അവസ്ഥാവിശേഷം പണ്ടുള്ളതിനേക്കാൾ ഏറ്റവും പ്രയാസകരമായി തീർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവൻ രക്ഷപ്പെടുവാൻ വേണ്ടുന്നതായ അടിയന്തര സഹായം നൽകി അവനെ സഹായിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല എങ്കിൽ നിങ്ങളെയെല്ലാം ഈ നാട്ടിൽ നിന്ന് തൂത്തെറിയുവാൻ, ഭരണത്തിൽ നിന്ന് തൂത്തെറിയുവാൻ പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. പുതിയ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടി വരും എന്നുള്ളത് ഉറപ്പിക്കാനുണ്ടാകും. ആയതിനാൽ നിങ്ങൾ എത്രയും വേഗം വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനും അത്യാവശ്യ സാധനങ്ങൾ വില കുറയ്ക്കുവാനും, അതല്ല എങ്കിൽ സർക്കാർ വ്യവസ്ഥയിൽ തന്നെ അവർക്ക് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ചിലവ് കുറച്ച് നല്ല സാധനങ്ങൾ വിതരണം ചെയ്യുവാനും സഹായിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ. താങ്ക് യു വെരി മച്ച്.